ഈശോയെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ കന്യകയായവളുടെ ഉദരത്തിൽ പിറന്ന കുഞ്ഞിനെ ഓർക്കുമ്പോ സ്നേഹമാണെന്നോർക്കുക. അമ്മ സ്നേഹമാണ് ആ ഉദരത്തിൽ വളരുന്നതെന്നോർക്കുക. അമ്മയുടെ ഉദരത്തിൽ നിന്ന് കാലിത്തൊഴുത്തിൽ പിറന്നു കിടക്കുന്ന ഒരു ചോരക്കുഞ്ഞിനെ കാണുമ്പോ, കാലിത്തൊഴുത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോ സ്നേഹമാണ് ആ വൈക്കോലിൽ കിടക്കുന്നതെന്നോർക്കുക. അമ്മയുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ യൗസേപ്പും മേരിയും ഈജിപ്തിലേക്ക് ഓടുമ്പോ സ്നേഹമാണ് അവിടെ എന്നോർക്കുക. 12 വയസ്സുള്ള മകൻ തനിച്ച് ദേവാലയത്തിലിരുന്ന് വേദശാസ്ത്രികളുമായി തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രം കാണുമ്പോ സ്നേഹമാണ് അവനെന്നോർക്കുക. മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി മനുഷ്യരുടെയും ദൈവത്തിന്റെയും പ്രീതിയിൽ ജ്ഞാനത്തിലും പ്രായത്തിലും 30 വയസ്സുവരെ ഭവനത്തിൽ പിതാവിനെ സഹായിച്ച് അമ്മയെ സഹായിച്ച് ജ്ഞാനത്തിൽ വളർന്നവനെ ധ്യാനിക്കുമ്പോ സ്നേഹമാണവനെന്നോർക്കുക. ജോർദാനിൽ സ്നാപകനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ സ്നാപകന്റെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്നവനെ കാണുമ്പോ സ്നേഹമാണവരെന്നോർക്കുക. മരുഭൂമിയിൽ 40 രാവും 40 പകലും പ്രലോഭിക്കപ്പെട്ട് വന്യജീവികളുടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട പരീക്ഷണങ്ങളിൽ വിജയം വരിച്ചവനെ ധ്യാനിക്കുമ്പോ സ്നേഹമാണവനെന്നോർക്കുക. ഗലീലയിലെ കടൽ തീരത്ത് നിന്ന് വചനം പ്രഘോഷിച്ച് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അന്ധർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ദരിദ്രർക്ക് സുവിശേഷവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഘോഷിക്കാൻ വന്നവനെ ധ്യാനിക്കുമ്പോ, അന്ധർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും നൽകിയ അവന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കുമ്പോ, കുഷ്ഠരോഗിയെ പുണർന്നു നിന്നവനെ ധ്യാനിക്കുമ്പോ, പിശാചുക്കളെ പുറത്താക്കിയവനെ ധ്യാനിക്കുമ്പോ, പാപിനിക്ക് മോചനം നൽകിയവനെ ധ്യാനിക്കുമ്പോ, മുക്കുവരെ തന്റെ കൂടെ നടക്കാൻ ക്ഷണിച്ചവനെ ധ്യാനിക്കുമ്പോ സ്നേഹമാണവനെന്നോർക്കുക. രോഗികൾക്കാണ്, ആരോഗ്യമുള്ളവർക്കല്ല വൈദ്യനെ കൊണ്ടാവശ്യമെന്ന് പറഞ്ഞ് പാവങ്ങളുടെ പക്ഷം പിടിച്ച് പാവങ്ങളെ ചേർത്ത് നിർത്തി പാപികളുടെയും ചുങ്കക്കാരുടെയും കൂട്ടുകാരനായി നടന്നവനെ ധ്യാനിക്കുമ്പോ സ്നേഹമാണവനെന്നോർക്കുക.